സുഹൃത്തുക്കളെ, അതായത് നമ്മുടെ വിഷയം ഒരു ഉച്ചയൂണ് കഴിഞ്ഞ് എല്ലാവരും ആലസ്യത്തിൽ ഇരിക്കുന്ന സമയത്ത് വളരെ കട്ടിയുള്ളൊരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, കേരള മോഡൽ വികസനവും കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും, ഇക്കണോമിക് ക്രൈസിസ്, ഫിസ്ക്കൽ ക്രൈസിസ്, ഇതൊക്കെ നമ്മുടെ ഈ ഒരു ഉച്ചയൂണ് കഴിഞ്ഞ് എല്ലാവരും ആലസ്യത്തിലിരിക്കുമ്പോഴത്തേക്ക് ഉള്ള നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് രസകരമാക്കി മാറ്റണം. കാരണം വളരെ ഡ്രൈ ആയിട്ടുള്ള കണക്കുകളും മറ്റും മാത്രം ഉദ്ധരിച്ചിട്ടുള്ള ഒരു സെഷൻ എന്നതിലുപരി ഉൾക്കാഴ്ചകൾ കിട്ടുന്ന, നിർദ്ദേശങ്ങൾ ഉണ്ടാവുന്ന അങ്ങനെയുള്ളൊരു സെഷനാക്കി മാറ്റണം എന്നാണ് നമ്മുടെ താല്പര്യം. അതിന് ഏറ്റവും മികച്ച 2 പേരെയാണ് നമുക്ക് ഉള്ളത്. പ്രൊഫസർ മേരി ജോർജ് എക്കണോമിക്സ് പ്രൊഫസറായിരുന്നു. സോഷ്യോ ഇക്കണോമിക് കാര്യങ്ങളിൽ, അതായത് കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക വിഷയങ്ങളിലെ ദേശീയ തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട ഒരു വിദഗ്ധയാണ്, എക്സ്പേർട്ടാണ് പ്രൊഫസർ മേരി ജോർജ്. സ്ഥിരമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ടി വി ചാനലുകളിലൊക്കെ എക്കണോമിക്സ് പാനലിസ്റ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ പിന്നെയുള്ളത് നമ്മുടെ ഡോക്ടർ രവിരാമൻ പ്ലാനിംഗ് ബോർഡ് മെമ്പറാണ്. അദ്ദേഹം നേരത്തെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലുണ്ടായിരുന്നു. ഓക്സ്ഫോർഡ്, മാഞ്ചസ്റ്റർ, കേംബ്രിഡ്ജ് സർവകലാശാലകളിൽ വിസിറ്റിംഗ് ഫെല്ലോ ആയിരുന്നു. അദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, കേരളം 1956 ടു പ്രസൻറ്റ് ഡേ എന്ന ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തെക്കുറിച്ചും നമുക്കൊരു ചർച്ച വരുന്നുണ്ട്. കാരണം അദ്ദേഹം സ്വകാര്യ മേഖല കേരളത്തിന് വേണ്ടി ചെയ്ത സംഭാവനകൾ ആ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അങ്ങനെ അതല്പം വിവാദമാവുകയും ചെയ്ത ഒരു പുസ്തകമാണിത്. എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളത്, നമുക്കൊരു 45 മിനിറ്റാണ് സമയമുള്ളത്. അപ്പോൾ അടുത്ത് കഴിഞ്ഞ് 3 മണിക്ക് ഇവിടെ അടുത്തൊരു സെഷൻ തുടങ്ങണം. ഇങ്ങനെ ഒരു വിഷയമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 2 ക്വസ്റ്റ്യൻസ് എങ്കിലും ഓഡിയൻസിൽ നിന്ന്, സദസ്യരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു ചോദ്യോത്തര സെഷൻ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 35-40 മിനിറ്റാണ് നമുക്ക് സംസാരിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ടീച്ചർ, ഈ കേരള മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ആ രംഗത്തുണ്ടായ പുരോഗതി, അത് മൂലമുണ്ടായ ബാക്കി സോഷ്യൽ ഇൻഡിസസിൽ നമുക്ക് വന്ന പുരോഗതി, ഇതൊക്കെയാണ് കേരള മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ കേരള മോഡലിൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടായില്ല, വൻതോതിൽ സംരംഭങ്ങളുണ്ടായില്ല എന്നുള്ളതും അതിൽ അണ്ടർസ്റ്റുഡായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് ഏതെങ്കിലും ഗവൺമെൻറ്റുകൾ കൊണ്ടുവന്നത് മാത്രമല്ല. ക്രിസ്ത്യൻ മിഷണറിമാർ 19-ാം നൂറ്റാണ്ടിൽ അവർ വൻതോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ പ്രത്യേകിച്ചും. അത് കഴിഞ്ഞ് നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരുവും മന്നത്ത് പത്മനാഭനും ഒക്കെ വന്നു. അവർ SNDP യോഗം, NSS ഒക്കെ തുടങ്ങിയിട്ട് അവരുടെ അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. പിന്നെ തിരുവിതാംകൂർ ആണെങ്കിൽ രാജഭരണകാലം മുതൽ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരും ആ ഗവൺമെൻറ്റും സ്ഥാപിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു സാമൂഹിക രംഗത്തുള്ള പുരോഗതി, കേരള മോഡൽ എന്ന് 70കളിൽ വിളിക്കാൻ തുടങ്ങിയ ഈ മോഡൽ ഉണ്ടാവുന്നത്. നമ്മളപ്പോൾ കുറേയൊക്കെ അച്ചീവ് ചെയ്തു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോഴും മറ്റ് സംസ്ഥാനങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളിപ്പോഴേ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എങ്ങോട്ട് പോകണം? ഇപ്പോൾ നമുക്ക് ഇക്കണോമിക് ക്രൈസിസ് ഇല്ലെങ്കിലും ഒരു ഫിസ്ക്കൽ ക്രൈസിസാണ്. അതായത് വരുമാനത്തിനനുസരിച്ച്, ചിലവിനനുസരിച്ച് വരുമാനം ഇല്ല എന്ന ഗവൺമെൻറ്റിൻ്റെ ക്രൈസിസുമാണ്. അപ്പോൾ നമ്മൾ ഈ കേരള മോഡൽ പറഞ്ഞ് ഇവിടം വരെ എത്തി. ഇനി നമ്മൾ എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു ഡയറക്ഷൻ ആണ്, അതിനുള്ള നിർദ്ദേശങ്ങളുമാണ് നമുക്ക് വേണ്ടത്. ആദ്യമേ പ്രൊഫസർ മേരി ജോർജിനോട് ചോദിക്കട്ടെ. കഴിഞ്ഞ് എല്ലാവരും ആലസ്യത്തിലേക്ക് പോകുന്ന സമയമാണെന്ന് നമ്മുടെ മോഡറേറ്റർ പറഞ്ഞല്ലോ. ആരും ആലസ്യത്തിലേക്ക് പോകരുത്. കാരണം കേരള മോഡൽ ഇപ്പോൾ എത്തിപ്പറ്റിയിരിക്കുന്ന അതുപോലെ ഒരു സിറ്റുവേഷനിലാണ്. നാം ഉറങ്ങിയാൽ നമ്മെ കയത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സിറ്റുവേഷനിലാണ് കേരളം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് വേണ്ടത്? കേരളത്തിലെ ഓരോ പൗരനും ഉണർന്നിരിക്കണം. ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലാണ് എന്ന രീതിയിൽ ആ താക്കോലിൻ്റെ കാവൽക്കാരായിട്ടിരിക്കണം. അങ്ങനെ ആ ഖജനാവ് എങ്ങനെയാണ് നിറയ്ക്കാൻ പറ്റുക? അവിടെ നിന്ന് എന്തൊക്കെയാണ് ലീക്കേജസ് ഉള്ളത്? ആ ലീക്കേജസിന് എങ്ങനെ തടയിടാൻ പറ്റും? ഇതൊക്കെ ആലോചിക്കുന്ന ഒരു ജനതയായി നാം മാറണം. അങ്ങനെ മാറിയില്ലെങ്കിൽ നമ്മുടെ കേരളം കടക്കണിയിലേക്ക് പോകും.
അപ്പോൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിടത്തേക്ക് ഞാൻ വരാം. അതിന് മുൻപായിട്ട് അത്യാവശ്യമായിട്ട് പറയേണ്ടത് എനിക്ക് ഈ മനോരമയോട് അവസാനം ചിലപ്പോൾ ഞാൻ പറയാൻ മറന്നുപോകും. മനോരമ ഈ ചെയ്തിരിക്കുന്ന ഇരുന്ന് സംസാരിക്കാൻ അല്ലേ? അയ്യോ, അപ്പോൾ എനിക്ക് ഇവരെ ഒന്നും കാണാൻ ഒക്കില്ല. ഓക്കെ, ഇരുന്ന് സംസാരിക്കാം. നിന്ന് സംസാരിച്ചാൽ കേൾക്കാമോ? ആ, ഓക്കെ ദെൻ. ഇരുന്ന് സംസാരിക്കണമെന്നുണ്ടോ? കേൾക്കാമല്ലോ, അവർക്കൊക്കെ കേൾക്കാമെന്ന്. ഓക്കെ, ഇങ്ങോട്ട് നിൽക്കാം. ഓക്കെ, അത് കൊള്ളാം, ദാറ്റ് ഈസ് ഫൈൻ. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മനോരമയ്ക്ക് ഒരു കോംപ്ലിമെൻറ്റ്സ് കൊടുത്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഒരുപാട് വർത്തമാന പത്രങ്ങളുണ്ട്, അവരെല്ലാം നന്നായി പെർഫോം ചെയ്യുന്നു. മനോരമ തന്നെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് വലിയ എടുത്തുചാട്ടം ഇന്നൊവേഷൻ പത്രമേഖലയിൽ നടത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്നൊവേറ്റീവ് ജേർണലിസ്റ്റ്, അതിന് ഈ വന്നിരിക്കുന്ന ഒരുപാട് പുതിയ പ്രതിഭകളുണ്ട് മനോരമയിൽ, അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും. എന്തായാലും ഒരു ഇൻ്റലക്ച്വൽ ജയൻ്റായി മനോരമ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത്. മനോരമ പത്രം എടുത്താൽ ഞാൻ സാധാരണ രീതിയിൽ 3 പത്രം എന്നും വായിക്കും: മനോരമ, മാതൃഭൂമി, ഹിന്ദു. ഈ 3 പത്രവും വായിക്കുമ്പോൾ എനിക്ക് കമ്പാരിസൺ വളരെ എളുപ്പമാണ്. എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഏത് പത്രമോ അതിന് ഞാൻ പ്രഥമ സ്ഥാനം കൊടുക്കും. അപ്പോൾ എനിക്ക് പ്രഥമ സ്ഥാനം എപ്പോഴും ഞാനതുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മനോരമയ്ക്ക്. ഞാൻ ഇത് എഴുതി അറിയിക്കണമെന്ന് വിചാരിച്ചതാണ് മനോരമയെ. അപ്പോൾ ഒരു ഓഡിയൻസിനെ കിട്ടിയപ്പം നിങ്ങളോട് തന്നെ ആദ്യം അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി അങ്ങനെ പോകട്ടെ, അങ്ങനെ വേണം ഓരോ മാധ്യമ പ്രവർത്തകവും. മാധ്യമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെമോക്രസിയുടെ 4 തൂണുകളിൽ ഒരു പ്രധാനപ്പെട്ട തൂണാണെന്ന്. ഒരു തൂണ് ചരിഞ്ഞാൽ ഡെമോക്രസി ചരിയും. അപ്പോൾ അങ്ങനെ ചെരിഞ്ഞു പോകാതെ ഡെമോക്രസിയെ ഉയർത്തി സമതലത്തിൽ നിർത്തേണ്ട ജോലിയാണ് മാധ്യമങ്ങൾക്കുള്ളത്. ആ ജോലി മനോരമ നന്നായി ചെയ്യുന്നു എന്നുള്ളത് ശ്ലാഘനീയമാണ്. ടീച്ചർ, നല്ല വാക്കുകൾക്ക് നന്ദി. ടീച്ചർ വിഷയത്തിലേക്ക് വരണം. ആട്ടെ, ഞാൻ ഈ വിഷയത്തിലേക്ക് വരികയാണ് നേരെ. എനിക്കൊരു 3 മണിക്കൂർ പറയാൻ വേണ്ടി കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു 1970കളിൽ ഈ കേരള മോഡലിൻ്റെ വിധാതാവ് ആരായിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മയുണ്ടോ? ദിവംഗതനായ ഡോക്ടർ കെ എൻ രാജ് CDS തുടങ്ങി അവിടെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രോജക്റ്റ് ചെയ്യുന്നത് ഓൺ കേരള ഇക്കോണമി. അപ്പോൾ ഈ കേരളവും ഓൺ ഇന്ത്യൻ ഇക്കോണമി. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെ പറ്റിയും പഠിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് കേരളത്തിന് ചില സ്പെഷ്യാലിറ്റീസ് ഉണ്ടെന്ന്. എന്തൊക്കെയാണ് കേരളത്തിൻ്റെ സ്പെഷ്യാലിറ്റീസ്? കേരളത്തിൻ്റെ സ്പെഷ്യാലിറ്റീസ് ആരോഗ്യരംഗത്ത് 1ാം റാങ്കിൽ നിൽക്കുന്നു ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. വിദ്യാഭ്യാസ രംഗത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ശിശു മരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം. മറ്റേണൽ മോർട്ടാലിറ്റി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം. ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉള്ള സംസ്ഥാനം. അപ്പോൾ ഇങ്ങനെ അതുപോലെ ലോഞ്ചിവിറ്റി, അതായത് ആയുരാരോഗ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം. ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊക്കെയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ മാനദണ്ഡങ്ങൾ. ആ മാനദണ്ഡങ്ങളൊക്കെ വെച്ച് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്താണ് അന്നേ കേരളം 1970കളിൽ കേരളം നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കേരള മോഡൽ എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു മോഡൽ ഉണ്ടായി കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് പിന്നെ പിൽക്കാലത്ത് എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ അത് മാത്രവുമല്ല, അമർത്യ സെൻ, നോബൽ ലൊറേറ്റായ അമർത്യ സെന്നിനെ പോലെയുള്ളവർ അടിവരയിട്ടിട്ടുള്ളതാണ് ഈ കേരള മോഡലിൻ്റെ സവിശേഷതകളൊക്കെ. പക്ഷേ അപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? എന്ത് സംഭവിച്ചു കമ്മോഡിറ്റി പ്രൊഡ്യൂസിങ് സെക്ടേഴ്സ് ഇൻ കോഴ്സ് ഓഫ് ടൈം? അതായത് ഉൽപാദന മേഖലകളായ കാർഷിക മേഖല, വ്യവസായ മേഖല, ഈ മേഖലകൾക്ക് എന്ത് സംഭവിക്കുന്നു? നമുക്കറിയാം 1970കൾ തൊട്ട് ഇന്ന് വരെ ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിലെ എല്ലാ കണക്കുകളും UN എടുക്കുന്ന കണക്കിലാണെങ്കിലും ഇന്ത്യ എടുക്കുന്ന കണക്കിലാണെങ്കിലും കേരളം തന്നെയാണ് 1ാം സ്ഥാനത്ത്. പക്ഷേ നമ്മൾ സദേൺ സ്റ്റേറ്റ്സുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുക. നമ്മുടെ സദേൺ സ്റ്റേറ്റ്സിൽ ഏറ്റവും കുറവ് വ്യാവസായിക ഉൽപ്പാദനവും കാർഷിക ഉൽപ്പാദനവും ഉള്ള സംസ്ഥാനം കേരളമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ കേരള മോഡലിൻ്റെ സവിശേഷത എന്താണ്? ഇത് സസ്റ്റൈനബിൾ ആണോ? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ സസ്റ്റൈനബിലിറ്റി ഓഫ് കേരള മോഡൽ നാം ഡിസ്കസ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്.
അങ്ങനെ നോക്കുമ്പോൾ 1970-കൾ തൊട്ട് എന്തുകൊണ്ട് വ്യവസായം താഴേക്ക് പോയി എന്ന് ആദ്യം നോക്കാം നമുക്ക്. 1970-കളിൽ നിങ്ങൾ ഓർമ്മയുണ്ടാവും, TV തോമസ് എന്നൊരു വ്യവസായ മന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. അത് മുന്നണിയുടെ ഗവൺമെൻറ് ആയിരുന്നു. അച്യുത മേനോൻ മുഖ്യമന്ത്രിയായിരുന്ന ഒരു ഐക്യ മുന്നണി, കോൺഗ്രസും CPIയും കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു ഗവൺമെൻറ് ആയിരുന്നു. അപ്പോൾ അതിൽ TV തോമസ് ആയിരുന്നു അന്നത്തെ വ്യവസായ മന്ത്രി. മുഖ്യമന്ത്രി അച്യുത മേനോനായിരുന്നു. അന്നാണ് KPP നമ്പ്യാരുടെ തണലിൽ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ കെൽട്രോൺ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് കെൽട്രോൺ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായിരുന്നു ഈ കെൽട്രോൺ തുടങ്ങുമ്പോൾ അതിൻ്റെ ആ വിധാതാക്കളുടെ, ശില്പികളുടെ താല്പര്യം കേരളത്തെ ഒരു വ്യവസായ സംസ്ഥാനമാക്കി മാറ്റുക, അതായിരുന്നു ലക്ഷ്യം. പക്ഷേ കെൽട്രോൺ തുടങ്ങി, അതിൻ്റെ ഉൽപ്പാദനങ്ങൾ തുടങ്ങി, അതുപോലെ മറ്റു പല വ്യവസായങ്ങളും തുടങ്ങി. അപ്പോഴേക്കും എന്തു സംഭവിച്ചു എന്ന് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറക്കം തൂങ്ങാതെ ഓർക്കുക. അപ്പം തുടങ്ങി ഇവിടുത്തെ ലേബർ മിലിറ്റൻസി. നമ്മൾ ഓർക്കണം, എപ്പോഴും തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ തൊഴിലാളി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മൂലധനം ഉണ്ടെങ്കിൽ മാത്രമേ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. ആ മൂലധനത്തിൻ്റെ കാൽക്കൽ കത്തിവയ്ക്കുന്ന ഇടപാടാണ് നോക്കുകൂലി പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നോക്കുകൂലിക്ക് അന്ന് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവാർപ്പിൽ നോക്കുകൂലിയുടെ കാര്യത്തിൽ ഒരു ബസ്സുകാരൻ സർവീസിൽ നിന്ന് പിരിഞ്ഞ് ഉള്ള പൈസയും കൊണ്ട് ബസ് തുടങ്ങി. അവസാനം അയാളെ അടിയൊക്കെ തുടങ്ങിയപ്പോഴേക്കും സമരമായി. കോടതി ദേവൻ രാമചന്ദ്രൻ ഓർഡർ ഇട്ടു, അദ്ദേഹത്തെ ബസ് ഓടിക്കാൻ സമ്മതിക്കണം. പക്ഷേ നിരത്തിലിട്ട് അദ്ദേഹത്തിൻ്റെ ചെകിട്ടത്ത് അടിച്ചു. ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു അത് കോടതിയുടെ ചെകിട്ടിൽ കിട്ടിയ അടിയാണെന്ന്. എന്ന് വെച്ചാൽ ഇവിടെ അതിനു മുൻപ് തന്നെ, പിണറായി സർക്കാർ ഗവൺമെൻറ്റിന് മുൻപ് തന്നെ, LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ നോക്കുകൂലിക്കെതിരെ, ലേബർ മിലിറ്റൻസിക്കെതിരെ നിയമം വന്നു. പക്ഷേ ആ നിയമം പ്രാബല്യത്തിലാക്കാൻ ട്രേഡ് യൂണിയനുകൾ സമ്മതിച്ചില്ല. അതെ ടീച്ചർ, അത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടാണ്, എൻ്റെ പശ്ചാത്തലമാണ് കേരള മോഡലിന്റെ. ഇനി നമ്മൾ എങ്ങോട്ട്, ഏത് ഡയറക്ഷനിലായിട്ട് പോകേണ്ടതാണെന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ വ്യാവസായികമായിട്ട് എന്ത് ചെയ്യണം? വ്യാവസായികമായി മുന്നേറാതെ ഒരു രാഷ്ട്രത്തിനും സസ്റ്റൈനബിൾ വികസനം കൊണ്ടുവരാൻ, നിലനിൽക്കുന്ന വികസനം കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ തന്നെ ഈ പ്രാവശ്യം തന്നെ മന്ത്രി രാജീവിൻ്റെ ലേഖനങ്ങൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബജറ്റ് ഡോക്യുമെൻ്റ്, ഈ 2024-25 ബജറ്റ് ഡോക്യുമെൻ്റ് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സംരംഭകത്വം, അതായത് സ്റ്റാർട്ടപ്പ് കൾച്ചർ, കേരളത്തിനൊരു സ്റ്റാർട്ടപ്പ് കൾച്ചർ ഉണ്ടാകണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സ്റ്റാർട്ടപ്പ് കൾച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഒരു ഡൈവേഴ്സിഫൈഡ് ക്രോപ്പിംഗ് പാറ്റേണിൻ്റെ ഉടമയാണ് കേരളം. ഈ ഡൈവേഴ്സിഫൈഡ് ക്രോപ്പിംഗ് പാറ്റേൺ വിവിധ തരം വിളകൾ. ഒരു നിങ്ങൾക്കറിയാമായിരിക്കും, പേരാമ്പ്രയുള്ള സുഭിക്ഷ എന്ന് പറഞ്ഞ ഒരു കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസ്. ഓർമ്മിക്കുക, തെങ്ങിൽ നിന്ന് തന്നെ 41 ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൈക്രോ എൻ്റർപ്രൈസാണ് സുഭിക്ഷ. ഒന്നാമത്തെ ഉൽപ്പന്നം വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് വെച്ചാൽ ഒരു 100 ഗ്രാം വെർജിൻ കോക്കനട്ട് ഓയിൽ പണ്ട് നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ കേട്ടിട്ടുണ്ടോ? നമ്മൾ സാധാരണക്കാർ കേട്ടിട്ടില്ല. പക്ഷേ നിങ്ങൾ നമ്പൂരി തറവാടുകളിലൊന്ന് അന്വേഷിച്ച് നോക്ക്, അവരെല്ലാം അവരുടെ കുഞ്ഞുങ്ങളെ കുട്ടിനാൾ മുതലേ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ കൊടുത്താണ്. രവിരാമനോട് ചോദിച്ചു നോക്കണം കേട്ടോ, അങ്ങനെയായിരുന്നു വളർന്നതെന്ന്. അപ്പോൾ എന്താണ് അതിൻ്റെ ഗുണമെന്നറിയാമോ? നിങ്ങൾ ഇന്റലക്ച്വൽ ടീച്ചർ, ഡോക്ടർ രവിരാമൻ ഇതേക്കുറിച്ചൊന്ന് പറയാനുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് സ്വകാര്യ മേഖലയിലെ നിക്ഷേപത്തെക്കുറിച്ചാണ് ടീച്ചർ പറഞ്ഞത്. ടീച്ചർ ഇരിക്കും, അദ്ദേഹം പറയും. അല്ല, അത് നല്ല സംഭവമാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയിലെ ഒരു മിറക്കിൾ സ്റ്റേറ്റാണ് കേരളം എന്നുള്ളതാണ്. ഇന്ത്യയിലെ മിറക്കിൾ സ്റ്റേറ്റാണ് കേരളം എന്നുള്ളതിൻ്റെ ഒട്ടേറെ സൂചകങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ടീച്ചർ തന്നെ സമ്മതിക്കുകയുണ്ടായി. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ടീച്ചർ തന്നെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ പ്രത്യേക കാലഘട്ടത്തിൽ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നിട്ടുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ 2000 ആകുമ്പോഴേക്കും അതിനെ മറികടന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഖിലേന്ത്യാ ശരാശരിയുടെ 50-60% നമ്മുടെ ആളോഹരി വരുമാനം എന്നുള്ളതാണ്. അഖിലേന്ത്യാ ശരാശരിയുടെ 50-60% നമ്മുടെ ഓരോരുത്തരുടെയും ആളോഹരി വരുമാനം. അതുകൊണ്ട് കൂടിയാണ് ഞങ്ങളിതിനെ മിറക്കിൾ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത്. കേരളത്തിൽ 80കളിൽ
ടീച്ചർ പറഞ്ഞ ഒരു പീരീഡ് ഉണ്ടല്ലോ, സ്റ്റാഗ്നേഷൻ പീരീഡ് ഉണ്ടായിട്ടുണ്ട്. ആ പീരീഡിലാണ് ഫസ്റ്റ് ടേൺ അറൗണ്ട് ഉണ്ടാകുന്നത്. ടേൺ അറൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? വളരെ അപ്രതീക്ഷിതമായി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം. അങ്ങനൊരു കാലഘട്ടം 80കളുടെ തുടക്കത്തിലുണ്ടായി. അതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഗൾഫ് മൈഗ്രേഷനാണ്, റെമിറ്റൻസാണ്. അതങ്ങനെ തുടർന്നു പോകുന്നു. പക്ഷേ ഇപ്പം നടക്കുന്നത് ഒരു സെക്കൻഡ് ടേൺ അറൗണ്ടാണ്. കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സെക്കൻഡ് ടേൺ അറൗണ്ട് ഇപ്പം നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ടേൺ അറൗണ്ട് എന്ന് പറയുന്നത്? ഒരേ സമയത്ത് നമ്മൾ നേരത്തെ നേടിയിട്ടുള്ള സാമൂഹിക വികസനം നിലനിർത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ പശ്ചാത്തല വികസനത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നു. അങ്ങനെ കാപ്പെക്സ് എന്ന് പറയും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതിൻ്റെ ഒരു ക്രെഡിറ്റ് നിങ്ങൾ ഈ ഇടതുപക്ഷ സർക്കാരിന് കൊടുക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. രണ്ട് കാര്യം കൂടെ പറയാം. ഒന്നാമത്തെ ടേൺ അറൗണ്ട് എന്ന് പറയുന്നതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും കൊടുക്കാമെങ്കിലും രണ്ടാമത്തെ ടേൺ അറൗണ്ട് എന്ന് പറയുന്നതിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായും ഇടതുപക്ഷ സർക്കാരിന് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ നടക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കാപ്പെക്സ് ആസ് എ പ്രൊപ്പോർഷൻ, ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു പ്രൊപ്പോർഷൻ എന്നുള്ള രീതിയിൽ വളരെ വലിയൊരു വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ വലിയ വർധനവ് നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റും. ഇവിടെ ഏതൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഏതൊക്കെ ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക്, അല്ലെങ്കിൽ ടെക്നോ പാർക്കിൻ്റെ അടുത്ത ഘട്ടങ്ങൾ, അല്ലെങ്കിൽ കെ-ഫോണ്, ഇങ്ങനെയുള്ള വിഴിഞ്ഞം, ഇങ്ങനെ ഒട്ടേറെ പദ്ധതികൾ, ഗെയില്, ഒട്ടേറെ പദ്ധതികൾ തുരിതുരേ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം സോഷ്യൽ ഡെവലപ്മെൻറ്റ് കൈയൊഴിയാതെ തന്നെ ഈ രണ്ടാമത് പറഞ്ഞ അതുവരെ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള സെക്ടറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെക്കൻഡ് ടേൺ അറൗണ്ട് ഇൻ കേരളാസ് ഡെവലപ്മെൻറ്റ് ഹിസ്റ്ററി. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു പോയിന്റ് കൂടെ ഞാൻ അതിൽ സ്വകാര്യ മേഖലയും കാര്യമായ പങ്കുവഹിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ പുസ്തകം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് ഇപ്പോൾ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ പ്രൊഫസറുടെ കൂടെയാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതിൽ ഞങ്ങൾ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട 2 വസ്തുതകളുണ്ട്. ഒന്ന്, ഈ സ്വകാര്യ മൂലധനത്തിൻ്റെ പ്രസക്തിയാണ്. സ്വകാര്യ മൂലധനത്തെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അതിനർത്ഥം മറ്റൊന്നും കൂടിയാണ്. എന്താണ്? ലെഫ്റ്റ് പൊളിറ്റിക്സ് അവരെ പൊളിറ്റിക്സ് തന്നെ റീഇൻവെൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. സോ ഓൾഡ് ലെഫ്റ്റ് അല്ല കേരളം ഭരിക്കുന്നത്. കേരളം ഭരിക്കുന്നത് ന്യൂ ലെഫ്റ്റാണ്. ഓൾഡ് ലെഫ്റ്റിൻ്റെ കുഴപ്പം എന്തായിരുന്നു? ഓൾഡ് ലെഫ്റ്റ് ഒരു കാലത്ത് വിപണിക്കെതിരാണ്, സ്വകാര്യ മൂലധനത്തിനെതിരാണ്, ഇതിനൊക്കെ എതിരാണ്. ന്യൂ ലെഫ്റ്റ് അങ്ങനെയല്ല. ന്യൂ ലെഫ്റ്റ് എന്ന് പറയുന്നത് അവർ മൂലധനം സ്വീകരിക്കാൻ തയ്യാറാണ്, പ്രൊവൈഡഡ് ഇറ്റ് വുഡിൻ ക്രിയേറ്റ് ഡാമേജസ്. അതാണ്. അതുപോലെ തന്നെ അവർ ബാക്കിയുള്ള കാര്യങ്ങൾ, എന്താ പറയുക, കാപ്പെക്സ്, അതിനുവേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പക്ഷേ ഒരു രീതിയിലും ഒരു കോംപ്രമൈസും സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ ചെയ്യുന്നുമില്ല. അതാണ് ഈ ന്യൂ ലെഫ്റ്റ് പൊളിറ്റിക്സിൻ്റെ പ്രത്യേകത. അത് കേരളത്തിൽ വരുന്നത് കൊണ്ടുകൂടിയാണ് നമുക്ക് ഇത്രയധികം അഭിവൃദ്ധി ഉണ്ടാകാൻ കാരണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, അഖിലേന്ത്യാ ശരാശരിയുടെ 50-60% നിങ്ങൾ ദരിദ്രം എന്ന് പറയുന്നു. ഏതർത്ഥത്തിലാണ് ദരിദ്രം പറയുന്നത് എന്ന് എനിക്കറിയാം. അതായത് അവിടെ ഒരു കാര്യം പറയാനുണ്ട്. അതായത് ആളുകളുടെ കയ്യിൽ പണമുണ്ട്, പക്ഷേ ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ്. അതായത് ആളുകളുടെ പോക്കറ്റിൽ പണമുള്ളത് കൊണ്ടാണ് ഈ സ്വകാര്യ മൂലധന നിക്ഷേപം, ഈ കാണുന്ന ഷോപ്പുകളും അതും എല്ലാം ഉണ്ടാവുന്നത്. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിലായാലും ശരി, ഇവിടെ ഇരിക്കുന്ന ആരുടെ വീട്ടിലായാലും ശരി, ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ 2-3 കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. ഒന്നുകിൽ ചെലവ് ചുരുക്കുക, അല്ലെങ്കിൽ കടം വാങ്ങുക, അല്ലെങ്കിൽ വരുമാനം വർദ്ധിപ്പിക്കുക. അപ്പോൾ ചെലവ് ചുരുക്കുന്നില്ല, നല്ല കാര്യം. കാപ്പെക്സ് മൂലധന നിക്ഷേപം കൂടുതലായിട്ട് ചെയ്യുന്നു, ചെലവ് ചുരുക്കുന്നില്ല. പക്ഷേ എന്ന് വെച്ചാൽ ചെലവ് ചുരുക്കത്തില്ല എന്ന് വെച്ചിട്ട് അതൊരു ധൂർത്ത് ആക്കി മാറ്റണം എന്നല്ല പറയുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് നടക്കുന്നതെങ്കിൽ വളരെ സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്. അപ്പോൾ ചെലവ് ചുരുക്കുക, അത് ചെയ്യുന്നില്ല. ഓക്കെ. പിന്നെയുള്ളത് കടം വാങ്ങുക എന്നുള്ളതാണ്. പിന്നെയുള്ളത് കടം വാങ്ങൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കടം വാങ്ങുന്നതിൻ്റെ പരിധി കൂട്ടണം എന്ന് കൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി കേസിന് പോകുന്നു. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ കടം വാങ്ങാൻ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി അനുവദിക്കുന്നില്ല. പക്ഷേ അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? വരുമാനം വർദ്ധിപ്പിക്കുക. അപ്പോൾ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതാണ് ആ ഫിസ്ക്കൽ ക്രൈസിസിൽ നിന്ന് മോചിതനാവാനുള്ള പ്രധാന വഴി. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ. നമ്മുടെ മനോരമയുടെ ബിസിനസ് എഡിറ്റർ കൂടിയായ കിഷോറിന് ഈ കാര്യങ്ങൾ വളരെ നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. അദ്ദേഹം ഈ രീതിയിൽ ഇടപെടുമെന്നും എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അങ്ങേയറ്റം സ്വാഗതാർഹമാണ് ഈ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് മോഡറേറ്റർ എന്നുള്ള രീതിയിൽ. പക്ഷേ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിൻ്റെ റവന്യൂ റേസിംഗ് എന്ന് പറയുന്നത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയുന്നതല്ല, സാക്ഷാൽ CAG പറഞ്ഞതാണ്.
CAG രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒന്ന്, റവന്യൂ കാര്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, നമ്മുടെ വളർച്ചാ നിരക്ക് 11.9 എന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം 12% വളർച്ചാ നിരക്ക് നമ്മളിപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ആരും പറയുന്നതല്ല, നമ്മുടെ പ്ലാനിംഗ് ബോർഡൊന്നും പറയുന്നതല്ല, CAG പറയുന്ന കണക്കാണ്. അപ്പോൾ അതിനർത്ഥം നിങ്ങൾ കഴിഞ്ഞ കുറേ വർഷം എടുത്തു കഴിഞ്ഞാൽ, ഞാൻ കിഷോറിൻ്റെ പോയിൻ്റ് വീണ്ടും എടുത്ത് പറയുകയാണ്, നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ കുറക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് CAG എടുത്തു പറഞ്ഞിട്ടുണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം കടത്തിന് കാര്യം കൂടെ പറഞ്ഞു. കടം കൂടുതൽ തന്നെയാണ്, പക്ഷേ കടം എടുക്കുന്നത് നമ്മൾ ആ രീതിയിൽ രണ്ട് ആവശ്യത്തിനും കൂടിയാണ്, ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിനും കാപ്പക്സിനും കൂടിയാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, റവന്യൂ റേസിംഗ് വളരെയധികം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ആസ് എ പ്രൊപ്പോർഷൻ കുറഞ്ഞു. നിങ്ങൾ റവന്യൂ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കടമെടുക്കുന്നതിന് എന്താ കുഴപ്പം? ഏത് രാജ്യമാണ് കടമെടുക്കാത്തത്? അപ്പോൾ നിങ്ങളുടെ ഒരുപക്ഷെ പറയായിരിക്കും, അല്ല അത് ഓഫ് ബജറ്റ് ബോറോയിങ് അല്ലേ, അത് തെറ്റല്ലേ? എവിടെയാണ് തെറ്റ്? OECD രാജ്യം പോലും ഓഫ് ബജറ്റ് ബോറോയിങ് എടുക്കുന്നുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും എടുത്തിട്ടുണ്ട്. പല രാജ്യങ്ങളും പല സംസ്ഥാനങ്ങളും ആ പരീക്ഷണം നടത്തുന്നുണ്ട്. അതൊരു സ്ട്രാറ്റജിയാണ്. യെസ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കടമെടുക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ എന്നതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി അല്ല കടമെടുക്കുന്നത്, മറ്റ് നിത്യ ചെലവുകൾക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് നമ്മുടെ ദുരന്തം. അത് ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് മിസ്റ്റർ രവിരാമൻ പറഞ്ഞ പല കാര്യത്തിനോടും എനിക്ക് വിയോജിപ്പുണ്ട്. അത് രേഖപ്പെടുത്താനും കൂടി സമയം തരണേ എനിക്ക്. അതായത് അദ്ദേഹം പറഞ്ഞല്ലോ ക്യാപെക്സ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്ത് എക്സ്പെൻഡിച്ചറാണ്? ഞാൻ നിന്ന് സംസാരിക്കണോ ഇരുന്ന് സംസാരിക്കണോ? ഓക്കെ. അപ്പോൾ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ക്യാപിറ്റലും ഉണ്ട്, ഫിസിക്കൽ ക്യാപിറ്റലും ഉണ്ട്. അത് ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക്, റോഡ്, പാലം, ഇതിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ, ആരോഗ്യം, ഈ മേഖലകളാണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. ഞാൻ ബജറ്റ് എൻ്റെ ബുക്കിലിരിക്കുകയാണ്, ബജറ്റ് ഡോക്യുമെൻ്റ് കയ്യിലിരിപ്പുണ്ട്. അതിനകത്ത് നിങ്ങൾ ആ ബജറ്റ് ഡോക്യുമെൻറ്റിലെ ആരോഗ്യ രംഗത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുക. ഈ ബജറ്റ് 2024-25 GSDPയുടെ 0.11% ഓഫ് GSDP ആണ് ആരോഗ്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഞാൻ തന്നെ എഴുന്നേറ്റ് പോകും ഇത് പറയുമ്പോൾ. കാരണം 2017 ഒരു ആരോഗ്യ നയം, ദേശീയ നാഷണൽ ഹെൽത്ത് പോളിസി, ആ പോളിസി പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്, ഈ ആരോഗ്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സംസ്ഥാന സബ്ജക്റ്റാണ്, അതായത് കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ GSDPയുടെ 8% ആരോഗ്യ മേഖലയ്ക്ക് കാഴ്ചവെക്കണം, മാറ്റിവെക്കണമെന്നാണ് ആ ആരോഗ്യ നയം പറയുന്നത്. ആ സ്ഥാനത്താണ് 0.11% GSDPയുടെ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെ പോയി സോഷ്യൽ ക്യാപിറ്റൽ? അതായത് സോഷ്യൽ ക്യാപിറ്റൽ ഇല്ലാത്തത് കൊണ്ടാണ് പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇസ് വെരി പുവർ ഇൻ കേരള. അതുകൊണ്ടാണ് പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ കുട്ടികൾ കേരളം വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അത് ഗവൺമെൻറ് അംഗീകരിക്കണം. അതൊരു വലിയ ഫെയിലിയറാണ്. ഇനി അത് എഡ്യൂക്കേഷൻ രംഗത്തും ഇതുപോലെ തന്നെ 1%-ൽ താഴെ 0.77% ആണ് ഹെൽത്തിന്, 0.11, എഡ്യൂക്കേഷന് 0.77% ആണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാപെക്സ് എന്ന് പറയുന്നത് എവിടെ? പിന്നെ മിസ്റ്റർ കിഷോർ പറഞ്ഞ വശത്തേക്ക് ഞാൻ വരികയാണ്. എന്താണത്? മിസ്റ്റർ രവിരാമൻ പറഞ്ഞു ക്യാപെക്സിന് വേണ്ടി ഔട്ട് ഓഫ് ദ ബജറ്റ് ബോറോ ചെയ്യുന്നുവെന്ന്. ആ ബോറോയിങ് ഔട്ട് ഓഫ് ദ ബജറ്റ് അല്ല, അത് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം. അതിനു മുൻപ് തന്നെ അദ്ദേഹം പറഞ്ഞതിലെ തെറ്റ് എന്താണെന്ന് പറയട്ടെ. അതായത് CAG റിപ്പോർട്ട് അദ്ദേഹം വായിച്ചെന്നല്ലേ പറയുന്നത്. CAG റിപ്പോർട്ടിന്റെ കോപ്പി കയ്യിൽ വെച്ച് മനഃപ്പാടമാക്കിയ ആളാണ് ഞാൻ. സോ CAG എന്താ പറയുന്നതെന്ന് അറിയാമോ? അതായത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മനോരമയിൽ തന്നെ വന്ന റിപ്പോർട്ടാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 4,14,000 കോടിയാണ് കേരളം കടമെടുത്തിരിക്കുന്നത്. അതായത് ഈ 23-24 വർഷം. അതിൽ നിന്ന് 4,14,000 കോടി, അതിൽ നിന്ന് 3,85,000 കോടി ബജറ്റിനകത്തെടുത്ത കടം. 29,000 കോടി, 29,545 കോടി ബജറ്റിന് പുറത്ത്, അതായത് കിഫ്ബി വഴി. കിഫ്ബി എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്, അതുവഴി എടുത്ത കടം. അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴി എടുത്ത, ഇത് രണ്ടും കൂടി
ചേർത്ത് 2016 മുതൽ 2023 വരെ LDF ഗവൺമെന്റ് എടുത്ത കടമാണ് 29 ലക്ഷത്തിലധികം. അതുകൂടി ഈ 3,85,000 കൂടെ ചേർക്കുമ്പോഴാണ് 4,10,000 കോടിയായിട്ട് 14,000 കോടിയായിട്ട് കടം മാറുന്നത്. എന്നിട്ട് CAG എന്താ പറയുന്നത് സുഹൃത്തുക്കളെ? ഇങ്ങനെ കടമെടുത്ത 4,14,000 കോടിയുടെ 98% റവന്യൂ ചെലവിനായിട്ട് ചെലവഴിക്കുന്നു. എന്താണ് റവന്യൂ ചെലവ്? ശമ്പളം, പെൻഷൻ, പലിശ. അതിലെ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് ഫണ്ട് മേടിച്ച കടങ്ങളുടെ പലിശ കൊടുക്കാൻ, പ്രിൻസിപ്പൽ സം തിരിച്ചു കൊടുക്കാൻ വേണ്ടി. അതിന് കമന്റ് ചെയ്യേണ്ടതാണ്. കാരണം ഇത് ക്യാപെക്സിൽ നിന്ന് ആണ് കടമെടുക്കുന്നതിന് എന്താ കുഴപ്പം, രാജ്യങ്ങൾ കടമെടുക്കുന്നില്ലേ എന്ന് ചോദിച്ചല്ലോ. ഇപ്പൊ ടീച്ചർ പറയുന്നത് അത് റവന്യൂ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാനാണ്, ശമ്പളവും പലിശയും ഇൻട്രസ്റ്റ് സർവീസിങ്ങിനുമാണ് കടമെടുക്കുന്നത് എന്നാണ് പറയുന്നത്. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇല്ല, ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ പകരം നീതി ആയോഗ് പോലും ഈ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞ ഡിവിഷൻ ഉണ്ടല്ലോ, അത് എടുത്തു കളഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത് ഈ രീതിയിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഈ ഡിവിഷൻ അതിനൊരു പ്രസക്തിയില്ല, പ്രത്യേകിച്ച് കേരളത്തിന്റെ കാര്യത്തിൽ ഒരു പ്രസക്തിയില്ല. കാരണം കേരള മോഡൽ എന്ന് പറയുന്നത് തന്നെ ഈ ക്വാളിറ്റി ഓഫ് ലൈഫാണ്, വെൽബീയിങ് ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഡെലിവറി മെക്കാനിസത്തിലും ക്വാളിറ്റി ഓഫ് ലൈഫിലും വെൽബീയിങ്ങിലും ഉണ്ടായിട്ടുള്ള ഒരു ക്വാളിറ്റി, ഇവിടെ അത്രയധികം ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടായിട്ട് മലയാളികൾ എന്തുകൊണ്ടാണ് ജോലിക്കും വിദ്യാഭ്യാസത്തിനും വിസയ്ക്കും വേണ്ടിയിട്ട് അന്യനാടുകളിൽ പോകുന്നത്? ഇങ്ങനെ 10,000 കണക്കിനായിട്ട് അന്യനാടുകൾ എന്ന് വെച്ചാൽ എവിടെയാണ് ഉദ്ദേശിക്കുന്നത്? അന്യനാട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. വിദേശ രാജ്യങ്ങൾ മാത്രമല്ല, ബാംഗ്ലൂരിലും മദ്രാസിലും ഡൽഹിയിൽ, പാകിസ്ഥാനും നോർത്ത് കൊറിയ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളിലും മലയാളികളുണ്ട്. എന്തുകൊണ്ട് ഇവിടെ ഇത്ര നല്ല ലൈഫ്, ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ജനം നാട് വിടുന്നു? 10,000 കഴിഞ്ഞ വർഷം 45,000 വിദ്യാർത്ഥികളാണ് വിദേശ പഠനത്തിന് പോയത്. അത് വിദേശത്ത് പോയത് അതിൻ്റെ പല മടങ്ങ് ബാംഗ്ലൂരിലും മദ്രാസിലും മറ്റു സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് ഇന്ത്യക്കകത്ത്. എന്തുകൊണ്ടാണത്? ഇവിടെ നമ്മൾ 2 തെറ്റുകൾ വരുത്തുന്നുണ്ട്. ഒരു തെറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട് കേരളത്തിൽ നിന്ന് മാത്രമാണ് ആളുകൾ പുറത്തേക്ക് പോകുന്നത്. നിങ്ങൾ പിന്നെ എന്താ പറയുക, അശോക് മോഡിയുടെ പുസ്തകം നോക്കണം, രഘുരാം രാജൻ്റെ പുസ്തകം നോക്കണം. ഇവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇവിടെ നിന്ന് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ പുറത്തേക്ക് പോകുന്നുണ്ട്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത്, കേരളത്തിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്നത് ഇന്നത്തെ മാത്രം ഒരു സംഭവമല്ല. കേരളത്തിൻ്റെ ജിയോഗ്രാഫിക്കായിട്ടുള്ള ഒരു പ്രത്യേകത കാരണം കൂടിയാണ് കേരളത്തിൽ നിന്ന് ആളുകൾ കൂടുതൽ പുറത്തേക്ക് പോകുന്നത്. കേരളത്തിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് അത് വെസ്റ്റ് ഏഷ്യൻ കണക്ഷനുള്ള ഒരു ഹിസ്റ്ററിയാണ്. ആ വെസ്റ്റ് ഏഷ്യൻ യൂറോപ്യൻ കണക്ഷൻ, അങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി. അപ്പോൾ കേരളത്തിൻ്റെ ജിയോഗ്രാഫിയും കേരളത്തിൻ്റെ എഡ്യൂക്കേഷനും കേരളത്തിൻ്റെ സ്കിൽസും മനസ്സിലാക്കാതെ കേരളത്തിൽ നിന്ന് ആളുകൾ കൂടുതൽ പോകുന്നു എന്നുള്ള ഒരു പരാതിക്ക് പ്രസക്തിയില്ല. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളെക്കാളും നല്ല ഒരു സ്ഥലത്തേക്കാണ് പോകുന്നുണ്ടെങ്കിൽ അതിനെന്താ കുഴപ്പം? ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഇതേപോലെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് 12% നമ്മളെ വളർച്ചാ നിരക്ക്. ഈ വളർച്ചാ നിരക്ക് ഇതുപോലെയാണെങ്കിൽ 2040 തുടക്കമാകുമ്പോഴേക്കും കേരളം എന്ന് പറയുന്നത് ഡെവലപ്ഡ് കൺട്രി സ്റ്റാറ്റസിലേക്ക് എത്തുമെന്നാണ് പുതിയ കണക്കുകളൊക്കെ പറയുന്നത്. 2040 തുടക്കത്തോടെ കേരളം ഡെവലപ്ഡ് കൺട്രി സ്റ്റാറ്റസിൽ എത്തും. അതേസമയം ഇന്ത്യ ഡെവലപ്ഡ് എക്കോണമി സ്റ്റാറ്റസിൽ എത്തുന്നത് തന്നെ 47-ലാണ്. അപ്പോൾ 47 ഡെവലപ്ഡ് എക്കോണമി സ്റ്റാറ്റസിൽ ഇന്ത്യ എത്തുന്നതിനും എത്രയോ മുമ്പേ തന്നെ ഡെവലപ്ഡ് കൺട്രി സ്റ്റാറ്റസ്, ഇത് രണ്ടാണ്. കാരണം ഇൻകം മാത്രമല്ല പ്രധാനം, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫാണ്. അതെ, അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന് ടീച്ചറിന് എന്ത് പ്രതികരണം? അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കണം. അല്ല, ഇവിടുന്ന് പുറത്തു പോകുന്നത് ഞാൻ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. ടീച്ചറുടെ മകൻ പോലും പുറത്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഡോക്ടർ രവിരാമൻ ഇവിടെയല്ല, ലണ്ടനിലാണ് സ്ഥിരതാമസം. ഒരു കാര്യം കൂടെ ഈ 5 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാളുടെ വീട്ടിലെങ്കിലും ഒരു റെമിറ്റൻസ് എക്കോണമിയായിട്ട് കണക്ഷൻ ഉണ്ടാവും. ഇത് ഞങ്ങളുടെ പഠനമാണ് കാണിക്കുന്നത്. 4 or 5 കേരളത്തിലെ ഹൗസ് ഹോൾഡ്സ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഹൗസ് ഹോൾഡിന് റെമിറ്റൻസ് എക്കോണമിയായിട്ട് കണക്ഷൻ ഉണ്ട്. ഇത് മോശം കാരണം കൊണ്ടാണോ ഉണ്ടാവുന്നത്? നമ്മൾ ഇവിടെ ഈ ഒരു സാധ്യതയില്ലാത്തതുകൊണ്ടാണോ അവരത് ചെയ്യുന്നത്? ദേ വെൽക്കം ഇറ്റ്. വളരെ സജീവമായ ചർച്ചയാണ്. ടീച്ചറുടെ പ്രതികരണം കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ വേഗം ചുരുക്കി പറയണം. എനിക്ക് അത്യാവശ്യമായിട്ട് പ്രതികരണമുണ്ട്. അതായത് ഇദ്ദേഹം പറഞ്ഞല്ലോ, പ്രീ ഡിഗ്രി കഴിഞ്ഞവരൊക്കെ വെളിയിലോട്ട് പോകുന്നത് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനാണ്, നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് തേടിയാണ്. ശരിയാണ്. പക്ഷേ എന്ത് തരം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് അവിടെ ചെയ്യുന്നത് എന്ന് ഞാൻ പറയാം. എൻ്റെ ഒരു നീസ് തന്നെ ഈ അടുത്ത നാളിൽ ലിറ്ററേച്ചർ MA ബ്രണ്ണൻ കോളേജിൽ നിന്ന് കഴിഞ്ഞ കുട്ടി ഈ 16 ലക്ഷം രൂപ ബാങ്ക് വായ്പ എടുത്ത് ഒരുത്തനെന്ന് വെച്ചാൽ ഒരു ഏജൻസിക്ക് കൊടുത്ത് പിന്നെ ഓസ്ട്രേലിയയിൽ പോയി.
അത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, ചൂറിലില്ലായിരുന്നു അവളെ അടിക്കാനെന്ന് ഞാൻ ചോദിച്ചു. കാരണം ലിറ്ററേച്ചർ എം എ കഴിയുക, ഗവൺമെൻറ് കോളേജിൽ നല്ല മിടുക്കിയായിരിക്കണം. അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറയും അവൾ സൂയിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു എന്ന്. അങ്ങനെ പോയിട്ട് ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് ഷീ ഡൂയിങ് നൗ? അപ്പോൾ പറയുക കെയർ ഇക്കോണമിയെ പറ്റി പഠിക്കുകയെന്ന്. നിങ്ങൾക്കറിയാമോ എന്താ കെയർ ഇക്കോണമി എന്ന്? പ്രായമായവരുടെ മലവും മൂത്രവും ഒക്കെ എടുക്കുന്ന അടുക്കളയുടെ പുറത്തുള്ള ജോലിയാണ് ഈ കെയർ ഇക്കോണമി, അതായത് നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ചെയ്യുന്ന ജോലി. ഇവിടുത്തെ അപ്പൻ്റെയും അമ്മയുടെയും മൂത്രവും മലവും എടുക്കാൻ പറ്റാത്ത, വല്യമ്മയുടെയും വല്യപ്പൻ്റെ എടുക്കാൻ പറ്റാത്തവരാണ് 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുമെങ്കിൽ ഇത് ഓസ്ട്രേലിയയിൽ പോയി എടുക്കാമെന്ന് പറഞ്ഞ് പോയിരിക്കുന്നത്. അതാണോ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്? നമ്മുടെ കുട്ടികൾക്ക് അന്തസ്സുള്ള ജോലി വേണം, അവർ ഇന്ത്യൻ പൗരന്മാരായിട്ട് ജീവിക്കണം. അപ്പോൾ അദ്ദേഹം എൻ്റെ മകനെ പറ്റി പറഞ്ഞു, അവൻ GRE എഴുതി അമേരിക്കയിൽ പഠിക്കാൻ പോയതാണ്. അത് ബ്രില്യൻസ് കൊണ്ട് പഠിക്കാൻ പോയതാണ്, പൈസ കൊടുത്ത് പഠിക്കാൻ പോയതല്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി നോക്കൂ. ഈ കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് 90,000 കോടി രൂപയാണ്, അതായത് ഏത് ഫിനാൻസ്, എഡ്യൂക്കേഷൻ ഫിനാൻസ് വായ്പ എടുത്തത് നോൺ പെർഫോമിംഗ് ആയി മാറിയത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കിടക്കുന്നു. 90,000 കോടി. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ നിന്ന് പോകുന്ന പണം കേരളത്തിൽ ഫ്രക്ടിഫൈ ചെയ്യേണ്ടതാണ്. ഇവിടുത്തെ കാർഷിക മേഖലയിൽ രണ്ട് വശവും വളരെ ഈവൻലി മാച്ച്ഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി സെഷൻ ഈസ് ഓപ്പൺ ടു ദി ഓഡിയൻസ്. യു കൻ ആസ്ക് ക്വസ്റ്റ്യൻസ് നൗ. ഇപ്പോൾ ചോദ്യോത്തര വേളയാണ്. നമുക്ക് ഒരു 5 മിനിറ്റ് ആണുള്ളത്. എല്ലാവരും ചുരുക്കി അവരുടെ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് അറിയിക്കുന്നു. 10 മിനിറ്റ് കൊടുക്കും. 5 മിനിറ്റ് ആണേ. സർ, ഒരു പഴഞ്ചൊല്ലി പറഞ്ഞ പോലെ രാജാവിന് വിവരമുണ്ടോ രാജാവ് നഗ്നനാന്നുള്ളതിൽ? അല്ല, അതിൻ്റെ കോണ്ടാക്സ്റ്റ് എന്താണെന്ന് മനസ്സിലായില്ല. അല്ല, രാജാവ് അല്ല, ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞു, ഓരോ സെൻറ്റൻസ് വഴി പറയാതെ. അതായത് ഇന്ത്യയുടെ ശരാശരിയേക്കാളും 50-60% നമ്മുടെയൊക്കെ വരുമാനമെന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് അതിൻ്റേതായിട്ടുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയമങ്ങൾ വെച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കടം എടുക്കാം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടം കൃത്യമായി തിരിച്ചടക്കുന്നുണ്ട്, അതുകൊണ്ട് കൂടിയാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. കടം നിങ്ങൾക്ക് തോന്നിയ പോലെ എടുക്കാൻ പറ്റില്ല. കേന്ദ്ര സർക്കാരും RBIയും പറയുന്ന രീതിയിൽ മാത്രമേ കടം എടുക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് കേരള സർക്കാരിന് ഇന്നത്തെ നിലപാടുകൾ അങ്ങേറ്റം പോസിറ്റീവാണ്. ആ പോസിറ്റീവായിട്ടുള്ള നിലപാടുകാരനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നത്. ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുതൽ വരുമ്പോൾ തന്നെ ടീച്ചർ അതിനെ ചാലഞ്ച് ചെയ്തു. ആ ചാലഞ്ച് ചെയ്ത് അങ്ങേയറ്റം തെറ്റാണ്. കാരണം ഇടതുപക്ഷ സർക്കാർ, ഒന്നാം പിണറായി വിജയൻ സർക്കാർ വരുന്നതിന് മുമ്പേ 1.16 ആയിരുന്നു ക്യാപെക്സ് ആസ് എ പ്രൊപ്പോർഷൻ ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അത് ഇപ്പോൾ 3% വർദ്ധിച്ചിരിക്കുകയാണ്. നമുക്ക് മുമ്പിൽ കാണാമല്ലോ എന്തൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലയർ എഫക്റ്റ് എന്ന് പറയുന്നത് 1.2, 1.3 ആണ്. അത് കണ്ടമാനം ഇൻകം ജനറേറ്റ് ചെയ്യും, അത് കണ്ടമാനം ജോബ്സും ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 11.9% മാറിയിരിക്കുന്നത്. GDPയുടെ ഗ്രോത്ത് റേറ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അഖിലേന്ത്യാ ശരാശരിയേക്കാളും അധികം ഗ്രോത്ത് റേറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യാണ്. ഈ ഗ്രോത്ത് റേറ്റ് കുറച്ച് വർഷം കൂടെ മുന്നോട്ട് പോയാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഹൈ ഇൻകം ഡെവലപ്ഡ് കൺട്രി സ്റ്റാറ്റസിലെത്തും. ഇന്ത്യ അപ്പോഴും 47 വരെ വെയിറ്റ് ചെയ്യണം. അത് പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. അത് ടീച്ചറിനോട് സർ. ഓക്കെ, കേൾക്കാമല്ലോ. സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞ വളരെ ഡെപ്തിലുള്ള ഫോർമുലേഷനൊക്കെയാണ്. ഞാനൊരു സാധാരണക്കാരനാണ്. അത് പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിലും അത് അവിടെ ഇരിക്കട്ടെ. ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ബഡ്ജറ്റും അല്ലെങ്കിൽ ഈ എക്കണോമിയും സംബന്ധിച്ച് എന്നെ എങ്ങനെ ബാധിക്കുന്നു, ഞാനത് പ്രസൻറ്റ് ചെയ്യാം. ഞാനൊരു പെൻഷനറാണ്. 25,000 രൂപ അടിസ്ഥാന പെൻഷനുള്ള എനിക്ക് 22% ഡിയർനെസ് റിലീഫ് കഴിഞ്ഞ 20 മാസത്തോളമായിട്ട് ലഭിക്കുന്നില്ല. ഒന്ന്, ഐ എം എ ഫാർമർ ഓൾസോ. ഞാൻ എൻ്റെ പാഡി സപ്ലൈകോലി കൃഷിയുണ്ടാക്കി വെയിറ്റ് തൂക്കി നോക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 6-7 മാസം കഴിയാതെ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നില്ല. നമ്മൾക്കൂടെ അറിയേണ്ട വിഷയം, 1 ലക്ഷം രൂപ വരവും 85,000 രൂപ ചെലവും 15,000 രൂപ നീക്കിവരിപ്പും ഉണ്ടാവണമെന്നുള്ള ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാട് മാത്രമേ സർക്കാരിൻ്റെ കാര്യത്തിൽ എനിക്കുള്ളൂ. ഇതിനെല്ലാം സർക്കാരിന് ആ വരുമാനം ഇല്ലേ? കൊടുക്കേണ്ട ചെലവുകൾ കൊടുക്കാനുള്ള
സോഴ്സസ് അവർക്ക് ലഭ്യമല്ലേ? അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു? ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ കാത്തുകൊണ്ടിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? യെസ്, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയട്ടെ. ഞാനും പറയാം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയാണ് ഒരു ഗവൺമെൻറ്റിനും പറയാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും CAGയും പറയുന്നത് കടമെടുക്കുന്നത് കൂടിപ്പോകുന്നു, കേരളം നിർത്തു കടമെടുപ്പ്. എന്തിനാണ് 29%, അതായത് സഞ്ചിത കടം എന്ന് പറയുന്നത് കേരളം തുടങ്ങിയ വർഷം മുതൽ ഇതുവരെയുള്ള കടം, ആ കൂട്ടിച്ചേർക്കപ്പെട്ട കടം നമ്മുടെ GSDPയുടെ 29% ആകാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അത് CAG ഈ ലാസ്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് 38.6% വളർന്നിരിക്കുന്നു. അതാണ് 98%. എന്നിട്ട് അതിൻ്റെ 98% ഈ പറഞ്ഞതുപോലെ പിന്നെ പഴയ കടത്തിൻ്റെ പലിശയും ഒക്കെ കൊടുക്കാനും ശമ്പളം കൊടുക്കാനും പെൻഷനും കൊടുക്കാനുമാണ് ചെലവഴിക്കുന്നത്. മൂലധന നിക്ഷേപമായിട്ട് എവിടെയാണ് ഇദ്ദേഹം പറഞ്ഞ മൂലധന നിക്ഷേപം വന്നിരിക്കുന്നത്? റോഡ് തുടങ്ങുമെന്ന് പറഞ്ഞ് സമരം ചെയ്ത് നിർത്തും. ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാം, മറ്റേ കേരയിൽ എവിടെ കിടക്കുന്നു? കേരയിൽ അദ്ദേഹത്തിൻ്റെ ഈ ചോദ്യത്തിനുള്ള നേരിട്ടുള്ള ഒരു മറുപടി വേണ്ടതുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ചോദ്യം, അദ്ദേഹത്തിന് DA കുടിശ്ശിക കിട്ടുന്നില്ല, ഒരു കർഷകൻ എന്നുള്ള കൃഷി ചെയ്തിട്ട് നെല്ല് കൊടുത്താൽ അതിനുള്ള നെല്ലിൻ്റെ പ്രതിഫലം മാസങ്ങളോളം കിട്ടുന്നില്ല, അതിനെന്താണ് മറുപടി പറയാനുള്ളത്? ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ, അല്ല ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം പറയാം. ഇല്ല, അത് അങ്ങനെ അതിനൊരു ദീർഘമായിട്ടുള്ള ഒരു ഡിലേ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ അടുത്ത കാലം വരെ പറഞ്ഞുകൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ്റെ കാര്യമാണ്. ക്ഷേമ പെൻഷനും ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഒരു താൽക്കാലികമായിട്ടുള്ള ചില സംഭവങ്ങളാണ്. നിങ്ങളൊരു സമ്പദ് ശാസ്ത്രത്തെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്. കേരളം എന്ന് പറയുന്ന ഒരു എക്കോണമിയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്. ഈ കേരള എക്കോണമിയെ നിങ്ങൾ വിലയിരുത്തുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന് എന്ന് പറയുന്നത് ഇത് ഗ്ലോബൽ എക്കോണമിയായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് കൂടിയാണ് വിലക്കയറ്റം അല്പം വർദ്ധിക്കുന്നത്. വിലക്കയറ്റം വർദ്ധിച്ചിട്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്ന ഒരു ടോളറൻസ് ലിമിറ്റ് ഉണ്ട്, 6%. അതിന് താഴെയാണ് കേരളത്തിലെ വിലക്കയറ്റം, നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് താങ്കൾ പറയുന്ന ഈ സപ്ലൈക്കോയിൽ തൽക്കാലത്തേക്ക് ഐറ്റം ഇല്ല എന്ന് താങ്കൾ പറഞ്ഞെങ്കിലും ഞാൻ അതിനോട് അംഗീകരിക്കുന്നില്ല. കാരണം ഞാൻ സപ്ലൈക്കോ നേരിട്ട് നോക്കുന്ന ആളാണ്. അപ്പോൾ സപ്ലൈക്കോയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ മൂലമാണ് വലിയൊരു പരിധി വരെ കേരളത്തിൽ ഈ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നത് എന്നുള്ളതിൻ്റെ പഠനങ്ങൾ വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ കൃത്യമായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ ടോളറൻസ് ലിമിറ്റ് അപ്പുറത്തേക്ക് പോകുമ്പോൾ പോലും കേരളത്തിന് അത് പിടിച്ചു നിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പിന്നെ ഈ DA TA ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഒരു സമ്പദ്ശാസ്ത്രത്തിൻ്റെ ഒരു ആരോഗ്യ വ്യവസ്ഥയെ നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റില്ല. കാരണം ഇതേതാനും മാസങ്ങളുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. കർഷകനെ സംബന്ധിച്ചോളം നെല്ല് ഉൽപ്പാദിപ്പിച്ച് കൊടുത്ത് പണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ വിഷമകരമായ കാര്യമാണ്. ഒരു കോമൺ മാന്റെ പ്രതിനിധിയാണ് പറഞ്ഞത് പണം കിട്ടുന്നില്ല. നെല്ല് കർഷകർക്ക് എവിടെയാണ് പണം കൊടുക്കാതിരുന്നിട്ടില്ലേ? കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ സാറിനോട് ഞാൻ പറയാം, കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിൻ്റെയും കൂടെ വീഴ്ചയാണ്. കേന്ദ്രത്തിൽ ഇപ്പോഴും നമുക്ക് പണം കിട്ടാനുണ്ട്. ഞാൻ സിവിൽ സപ്ലൈസ് നേരിട്ട് നോക്കുന്ന വ്യക്തിയായതുകൊണ്ടും കൂടെ ഞാൻ പറയാം, അത് കൃഷി വകുപ്പാണ്, പക്ഷേ സിവിൽ സപ്ലൈസും കൂടെ സപ്പോർട്ട് ചെയ്താണ് ഈ സ്കീം മുന്നോട്ട് പോകുന്നത്. അല്ലാതെ നമ്മൾ ഒരു രീതിയിലും ഇതിന് പിന്നോക്കം പോയിട്ടില്ല. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം കൃത്യമായിട്ട് കിട്ടണ്ടേ? എന്നാലും മാത്രമല്ലേ നമുക്കത് കൃത്യമായിട്ട്. ഒരു വരി പറഞ്ഞൊന്ന് അവസാനിപ്പിക്കൂ. ഒരു വരി പറയാൻ പറഞ്ഞു. അതായത് പാഡി റെസീറ്റ് ഷീറ്റ് താങ്കൾക്കും കിട്ടിക്കാണും അല്ലേ? അതാണ് അതായത് നെല്ല് അളന്ന് കഷ്ടപ്പെട്ട് നെല്ല് ഉണ്ടാക്കി അളന്ന് കൊടുക്കുമ്പോൾ പാഡി റെസീറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞ് നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് അതുകൊണ്ട് ബാങ്കിൽ ചെല്ലും. ബാങ്ക് അത് എപ്പോഴെങ്കിലും ഗവൺമെൻറ്റിൽ നിന്ന് എത്രയോ മാസം കഴിഞ്ഞ് കിട്ടുമ്പോഴാണ് നമുക്കതിൽ നിന്ന് പൈസ കിട്ടുന്നത്. അതുകൊണ്ട് കൊടുക്കാതിരിക്കുന്നതും പാഡി റെസീറ്റ് ഷീറ്റ്, അതായത് കർഷകരെ ആക്ഷേപിക്കുകയാണ് പാഡി റെസീറ്റ് ഷീറ്റ്. അത് ഈ LDF ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് പാഡി റെസീറ്റ് ഷീറ്റ് എന്ന സിസ്റ്റം കൊണ്ടുവന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് കേന്ദ്രത്തിന് കുഴപ്പമുണ്ട്. എന്താണെന്നറിയാമോ? ഇവിടെ നെല്ല് പ്രൊക്യൂർ ചെയ്ത്, അതായത് എടുത്ത് അതിൻ്റെ എല്ലാ ചെലവും വഹിച്ച ആ റെസീറ്റ് CAG ഓഡിറ്റ് ചെയ്ത് കേന്ദ്രത്തിൽ എത്തണം. എങ്കിലേ കേന്ദ്രം പൈസ തരുവുള്ളൂ. അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് വക മാറ്റി ചെലവഴിക്കും. സുഹൃത്തുക്കളെ, അതാണ് CAG പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ CAG റിപ്പോർട്ട് എടുത്ത് നോക്കുക. അപ്പൊ അതാണ് അവസ്ഥ. കർഷകരോട് ഒരു വാചകം മാത്രമേ പറയുന്നുള്ളൂ. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഏക ജനാധിപത്യ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ലോകം മുഴുവൻ. ഇപ്പോൾ അവർ പറയുന്നില്ല, അത് സെൻറ്റൻസ് തീർന്നില്ല. ഇപ്പോൾ അവർ ഞങ്ങളോട് ചോദിക്കുന്നത്
എങ്ങനെയാണ് നിങ്ങൾ അടുത്ത നവംബർ 1 ഈ അതിദരിദ്രരും കൂടെ ഇല്ലാതാക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവരുന്നത് എന്നാണ്. ലോക ബാങ്ക് അത് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഞങ്ങളോട്. ഇതെന്താണ്? വാട്ട് ഈസ് ദിസ് മിറക്കിൾ ദാറ്റ്സ് ഗോയിങ് ഓൺ ഇൻ കേരള? ഈ മിറക്കിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ. നിങ്ങൾ അയൽ സംസ്ഥാനങ്ങൾ പോയി നോക്കണം. മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ നിങ്ങൾ പരിശോധിക്കണം. കേരളത്തിൻ്റെ ഏർബനൈസേഷൻ്റെ പ്രോസസ്സ് നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ ഗ്രാമത്തിലിരുന്നാൽ പോലും നിങ്ങൾക്ക് നഗരത്തിൻ്റെ ഫീച്ചേഴ്സ് ലഭ്യമാവുന്നുണ്ടെങ്കിൽ. നമ്മുടെ സമയം കഴിഞ്ഞു. അടുത്ത സെഷന് സമയമായി. എല്ലാവരും സഹകരിച്ച എല്ലാവർക്കും നന്ദി. സദസ്യർക്കും പ്രത്യേകം നന്ദി. ഈ ഉച്ച കഴിഞ്ഞ് ഇവിടെ ശ്രദ്ധയോടെ ഇരുന്നതിനും ചോദ്യങ്ങൾ ചോദിച്ച് ചർച്ച സജീവമാക്കിയതിനും താങ്ക് യു. ജോയിൻ ചെയ്യാം, മറ്റെവിടെയെങ്കിലും ഒന്ന് ജോയിൻ ചെയ്യാം. നമ്മുടെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്.